ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉത്പാദന കേന്ദ്രത്തിന്റെ ഒന്നാംഘട്ട ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിർവഹിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമായി ജമ്മുകാശ്മീർ. വോട്ടെടുപ്പ് നാളെ. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ അങ്കണവാടി പദ്ധതി അടുത്ത വർഷം മുതൽ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബംഗ്ലാദേശിനെതിരായ കാൺപൂർ ടെസ്റ്റിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യ. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 100 റൺ നേടുന്ന ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉത്പാദന കേന്ദ്രം കണ്ണൂർ കല്യാശ്ശേരിയിൽ യാഥാർത്ഥ്യമാകുന്നു. ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പുതിയ പ്ലാന്റിൽ നിന്ന് ലോക നിലവാരത്തിലുള്ള സൂപ്പർ കപ്പാസിറ്ററുകൾ തദ്ദേശീയമായി നിർമ്മിച്ച് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബഹിരാകാശ ദൌത്യങ്ങൾക്കും ഉൾപ്പെടെ വിതരണം ചെയ്യാൻ സാധിക്കും. ആദ്യഘട്ട നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമായി ജമ്മുകാശ്മീർ. ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന പോളിംഗ് 6 മണിക്ക് അവസാനിക്കും. സുഗമവും സമാധാനപരവുമായ പോളിംഗിനായി ജമ്മുകാശ്മീരിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ഒക്ടോബർ 8-ന് നടക്കും. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ അങ്കണവാടി പദ്ധതി അടുത്ത വർഷം മുതൽ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. ഭിന്നശേഷി സൌഹൃദ കേരളത്തിനായുള്ള സമഗ്ര പദ്ധതിയായ അനുയാത്രയുടെ കീഴിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. സ്പെഷ്യൽ അങ്കണവാടിയിൽ നിന്നും പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ സംഗമമായ മലർവാടി കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് പൈലറ്റായി നടപ്പാക്കിയ പദ്ധതി വലിയ വിജയമായതിനാൽ ഈ വർഷം തന്നെ മറ്റൊരു ജില്ലയിൽ നടപ്പാക്കും. യുവനടിയുടെ പീഡന പരാതിയിൽ സിനിമാ താരം സിദ്ദിഖിന് സുപ്രീംകോടതിയിൽ നിന്ന് ഇടക്കാല മുൻകൂർ ജാമ്യം. അതിജീവിതയും സർക്കാരും നൽകിയ തടസ്സ ഹർജികൾ നിരസിച്ചാണ് സുപ്രീംകോടതി സിദ്ദിഖിന്റെ അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് വിലക്കിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹൃദ്രോഗ വിഭാഗത്തിൽ നടത്തിയ 6 അപൂർവ ഹൃദയ ശസ്ത്രക്രിയകൾ വിജയം. ജന്മനാ ഹൃദയത്തിലുണ്ടാകുന്ന സുഷിരങ്ങൾക്കാണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി ഫലപ്രദമായ ചികിത്സ നൽകിയത്. അപൂർവ ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തിയ മുഴുവൻ സംഘത്തെയും മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതാദ്യമായാണ് ഈ ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തുന്നത്. കേരള പിറവി ദിനത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാകാനുള്ള കേരളത്തിന്റെ ശ്രമത്തിൽ മുന്നിലാണ് കോഴിക്കോട് ജില്ല. ജില്ലയിൽ ഒളവണ്ണ, വളയം, പെരുവണ്ണ എന്നീ ഗ്രാമപഞ്ചായത്തുകളാണ് ആദ്യമായി ഡിജി കേരളം പദ്ധതിയുടെ 100% ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. വളയം ഗ്രാമപഞ്ചായത്തിൽ 2519 പഠിതാക്കളെയും പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ 2543 പഠിതാക്കളെയും സർവേയിലൂടെ കണ്ടെത്തുകയും അവർക്ക് അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരതയിൽ പരിശീലനം നൽകുകയും ചെയ്തു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ, സാക്ഷരതാ പ്രേരകന്മാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാവർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ, സന്നദ്ധ സംഘടനകൾ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഡിജിവി ക്യാമ്പയിനും ജില്ലയിൽ തുടക്കമായി. ഒക്ടോബർ 3 വരെ നീളുന്ന ഡിജിവി ക്യാമ്പയിലൂടെ ജില്ലയിലെ ഡിജിറ്റൽ സാക്ഷരതാ നിരക്ക് 100% ലക്ഷ്യം. കേരളത്തിന് 177 മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാൻ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ഉത്തരവിട്ടു. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ബാർഹ് 1, 2 നിലയങ്ങളിൽ നിന്നാണ് യഥാക്രമം 80 മെഗാവാട്ട്, 97 മെഗാവാട്ട് വീതം വൈദ്യുതി ലഭ്യമാക്കുക. വൈദ്യുതി പ്രതിസന്ധി നേരിടാൻ 300 മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളം ആവശ്യപ്പെട്ടത്. ഈ ഒക്ടോബർ 1 മുതൽ 2025 മാർച്ച് 31 വരെയാണ് വൈദ്യുതി ലഭ്യമാവുക. ശുചിത്വ കേരളം, സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവഹിക്കും. മാലിന്യ സംസ്കരണ മേഖലയിലെ വിവിധങ്ങളായ 257 അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. കൊട്ടാരക്കര LIC അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ഇന്ന് 3 ഹനുമാൻ കുരങ്ങുകൾ കൂടുവിട്ട് പുറത്തുചാടി. കുരങ്ങുകൾക്കായുള്ള തിരച്ചിൽ മൃഗശാല അധികൃതർ തുടരുകയാണ്. 3 പെൺകുരങ്ങുകളാണ് ചാടിപ്പോയതെന്ന് മൃഗശാല ഡയറക്ടർ മഞ്ജുള ദേവി പറഞ്ഞു. ഒരു ആൺകുരങ്ങ് കൂട്ടിനകത്തുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇവ മടങ്ങിയെത്തും എന്നാണ് പ്രതീക്ഷയെന്നും അവർ പറഞ്ഞു.
മുൻപും സമാനമായ സംഭവം തിരുവനന്തപുരം മൃഗശാലയിൽ നടന്നിരുന്നു. അന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കുരങ്ങുകളെ കൂട്ടിനകത്ത് തിരികെ എത്തിക്കാനായത്. മുതിർന്ന പൌരന്മാർക്ക് നൽകേണ്ട പരിചരണവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും അതിനാവശ്യമായ നയങ്ങൾ രൂപപ്പെടുത്താനുമുള്ള പ്രവർത്തനങ്ങളുടെ അവലോകനമാണ് വയോജന ദിനാചരണം ലക്ഷ്യമാക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. നാളത്തെ വയോജന ദിനാചരണത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ലേഖനത്തിലാണ് മന്ത്രിയുടെ പരാമർശം. 2021 വയോ ശ്രേഷ്ഠ സമ്മാൻ കേരളത്തിന് ലഭിക്കാൻ കാരണമായത് സംസ്ഥാനത്തിന് ബഹുതല സ്പർശിയായ വയോജന സൌഹൃദ പ്രവർത്തനങ്ങളാണെന്ന് മന്ത്രി പറഞ്ഞു. അനന്തപുരിയിലെ നവരാത്രി പൂജയോടനുബന്ധിച്ച് നവരാത്രി വിഗ്രഹ ഘോഷയാത്ര നാളെ പത്മനാഭപുരത്ത് നിന്ന് ആരംഭിക്കും. ശുചീന്ദ്രം സ്ഥാണുമാലയൻ ക്ഷേത്രത്തിൽ നിന്ന് 300 ദേവിയുടെ തിരുവനന്തപുരത്തേക്കുള്ള എഴുന്നള്ളത്ത് ഇന്ന് രാവിലെ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. നവരാത്രി പൂജയോടനുബന്ധിച്ച് തേവാരക്കെട്ട് സരസ്വതി ദേവി, വേളിമല കുമാരസ്വാമി, ശുചീന്ദ്രം 300 വിഗ്രഹങ്ങളുടെ ഘോഷയാത്രയാണ് നാളെ പത്മനാഭപുരത്ത് നിന്ന് ആരംഭിക്കുന്നത്. നാളെ പുലർച്ചെ പത്മനാഭപുരം കൊട്ടാരത്തിൽ എഴുന്നള്ളത്തെത്തുമ്പോഴേക്കും വേളിമലയിൽ നിന്നും കുമാരസ്വാമിയും അവിടെ എത്തും. അവിടെ നിന്നും സരസ്വതി ദേവിക്കൊപ്പമാണ് പിന്നെ തലസ്ഥാനത്തേക്കുള്ള പുറപ്പാട്. തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉടവാളും ഘോഷയാത്രയായി കൊണ്ടുവരും. സരസ്വതി ദേവി വിഗ്രഹം ആനപ്പുറത്തും മറ്റ് 2 വിഗ്രഹങ്ങൾ പല്ലക്കിലുമാണ് എഴുന്നള്ളിക്കുക. നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ കുമാരസ്വാമി വിഗ്രഹത്തെ വെള്ളിക്കുതിരപ്പുറത്തേറ്റും. വ്യാഴാഴ്ച ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ഘോഷയാത്രയ്ക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകും. വെള്ളിയാഴ്ച രാവിലെ സരസ്വതി വിഗ്രഹത്തെ കിഴക്കേ നടയിലെ നവരാത്രി മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കും. കുമാരസ്വാമിയെയും വെള്ളിക്കുതിരയെയും ആര്യശാല ക്ഷേത്രത്തിലും 300 ചെന്തിട്ട ക്ഷേത്രത്തിലും പ്രതിഷ്ഠിക്കും. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2022 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്ക്. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിഥുൻ ചക്രവർത്തിക്ക് അഭിനന്ദനം അറിയിച്ചു. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പുരസ്കാരം കുടുംബത്തിനും ലോകത്തെ മുഴുവൻ ആരാധകർക്കും സമർപ്പിക്കുന്നതായും മിഥുൻ ചക്രവർത്തി പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്ന് രാത്രി 11:30 വരെ കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക്. കാൺപൂർ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. എതിരാളിയായ ബംഗ്ലാദേശിന്റെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 233 റണ്ണിന് മറുപടിയായി 10.1 ഓവറിൽ 100 റൺ നേടിയാണ് ഇന്ത്യൻ ടീം ചരിത്രത്തിന്റെ ഭാഗമായത്. ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 100 റൺ നേടുന്ന ഒരു ടീമെന്ന റെക്കോർഡ് നേട്ടമാണ് ഇതോടെ ഇന്ത്യയ്ക്ക് സ്വന്തമായത്. ഇന്ന് കളി നിർത്തുമ്പോൾ ബംഗ്ലാദേശ് 2ാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 26 റൺ നേടിയിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 285 റൺ എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. ബംഗ്ലാദേശിന്റെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗോടെ ഇന്ന് രാവിലെയാണ് 4ാം ദിനം കളി പുനരാരംഭിച്ചത്. 2 ടെസ്റ്റുള്ള പരമ്പരയിലെ 1ാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. ISL ഫുട്ബോളിൽ നാളെ ഹൈദരാബാദ് FC ചെന്നൈയിൻ FCയെ നേരിടും. വൈകിട്ട് 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം സമനിലയിൽ അവസാനിച്ചു. ഹരിതക്രമം ജീവിതശൈലിയാക്കി മാറ്റിയാൽ മാത്രമേ ഹരിത വ്യവസ്ഥിതി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയൂ എന്ന് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യമന്ത്രി GR അനിൽ കൊച്ചിയിൽ ലോക ഹരിത ഉപഭോക്തൃ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉത്പാദന കേന്ദ്രത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിർവഹിക്കും. 3ാമത്തെയും അവസാനത്തെയും ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമായി ജമ്മുകാശ്മീർ. വോട്ടെടുപ്പ് നാളെ. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ അങ്കണവാടി പദ്ധതി അടുത്ത വർഷം മുതൽ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബംഗ്ലാദേശിനെതിരായ കാൺപൂർ ടെസ്റ്റിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യ. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 100 റൺ നേടുന്ന ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.